നമസ്കാരം. ഭവന സുട്ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മദേഴ്സ് ഡേ ആണ്. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ നാവിലെ രുചി അമ്മ പകർന്നു തന്ന രുചിയായിരിക്കും അല്ലേ? ഓരോരുത്തർക്കും അങ്ങനെയായിരിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാ അമ്മമാർക്കും മദേഴ്സ് ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇന്ന് അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മലബാർ സ്റ്റൈൽ പത്തിരി പൊരിച്ചതാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇൻഗ്രീഡിയൻസ്: അരമുറി തേങ്ങ ചിരകിയത്, കുറച്ച് പെരിഞ്ചീരകം, അതായത് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 7-8 അല്ലി ചെറിയുള്ളി, ആവശ്യത്തിന് ഉപ്പ്. ഒരു പാത്രത്തിനകത്തേക്ക് ഈ ഒരു ചെറിയ 2 കപ്പിലുള്ള അരിപ്പൊടി, നല്ല വറുത്ത പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് 4 കപ്പ് വെള്ളം നന്നായി ചൂടാവാൻ വെക്കുക. നന്നായി തിളച്ച വെള്ളം മാത്രമേ ഈ പത്തിരി കുഴയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അമ്മ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് അമ്മ ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല. അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. കുറച്ച് എടുത്തിരിക്കുന്നതിൻ്റെ പകുതി തേങ്ങ, കുറച്ച് പെരിഞ്ചീരകം, ഇത്രയും ഇട്ടിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും, അതായത് അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലേക്ക് കൊടുക്കുക. എന്നിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. വീണ്ടും അമ്മ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ, പെരിഞ്ചീരകം, ചെറിയുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് സ്റ്റിക്കി ആവരുത്, എന്നാൽ ഒരുപാട് ഡ്രൈയും ആവരുത്. ആ ഒരു പരുവത്തിൽ എടുത്തു കഴിഞ്ഞിട്ട് ഒരു വാഴയിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കുക. നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്നത് പോലെ ഈ ഒരു സൈസ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇലയിൽ വെച്ച് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം കട്ടിയിൽ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടിയത്. നല്ല തിളച്ച എണ്ണയിലേക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന പത്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അകമേയും പുറമേയും എല്ലാം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടിത് വേവിച്ചെടുക്കുക. ഇത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇതിനകത്തുള്ളത് നന്നായിട്ട് കുമ്മിള വെച്ച് പൂരിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ വരും. അതേപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ പത്തിരി പൊരിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതേപോലെ പ്രൊസീജിയർ അമ്മ വീണ്ടും ചെയ്യാണ്. ഇലയിലേക്ക് എണ്ണ തടവുക. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഓരോരോ ബോളാക്കി എടുത്തിട്ട് ഇതേപോലെ വറുത്തെടുക്കുക. എണ്ണയിലിടുക, പൊരിച്ച് വറുത്ത് എടുക്കുക. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചിക്കൻ വറുത്തരച്ച കറി ബെസ്റ്റ് കോമ്പിനേഷനാണ്. കറി ഇല്ലാതെ ഇത് കഴിക്കുക. അത്യാവശ്യം മസാല ഉണ്ടല്ലോ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള വിഭവമാണ്. എനിക്ക് ചെറുപ്പത്തിലേ കിട്ടിയിട്ടുള്ള രുചി ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പോട്ടോ, അതേപോലെ സ്നാക്കായിട്ട് പോവും. അങ്ങനെ ഓരോന്നും പൊരിച്ചെടുക്കും. ഇതാണ് മലബാർ സ്പെഷ്യൽ പത്തിരി പൊരിച്ചത്. നെയ് പത്തിരി എന്നും പറയും. ആ പെരിഞ്ചീരകത്തിൻ്റെയും ചെറിയുള്ളിയുടെയും അതേപോലെ തേങ്ങയുടെയൊക്കെ രുചി പ്രത്യേക ഫ്ലേവറാണ് അരിക്കൊപ്പം. പിന്നെ എണ്ണയിലും കൂടി അങ്ങോട്ട് വറുത്തെടുക്കുമ്പോൾ പ്രത്യേക രുചിയാണ്. അപ്പം നമ്മുടെ പത്തിരി പൊരിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അമ്മയുടെ റെസിപ്പി എന്താണോ അതൊക്കെ ഉണ്ടാക്കി നോക്കി മദേഴ്സ് ഡേയിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ, കമൻറ്റ് ബോക്സിലൂടെ. ആദ്യമായിട്ടാണ് ഭാവന സുട്ടേബിൾ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് ഇനിയും ഭാവന സുട്ടേബിളിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.